ഹലോ കൂട്ടുകാരെ, ദാ ഈ കാണുന്ന മരം ഏതെന്നറിയാമോ? സ്റ്റാർ പുളിഞ്ചിയുടെ ഒരു മരമാണ് കേട്ടോ. ഇതിൽ ധാരാളം പുളിഞ്ചിക്ക ഉണ്ടായിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മൾ പറിച്ച് ഉപ്പിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പുളിഞ്ചി പഴുക്കുമ്പോൾ ഒരു പ്രത്യേക മണവുമാണ്. അതിൽ നല്ലൊരു ചെറിയൊരു മധുരമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പുളിഞ്ചി തിന്നാനായിട്ട് ധാരാളം പക്ഷികൾ വരാറുണ്ട്. കൂടുതലും തത്തമ്മയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പറിച്ച സ്റ്റാർ പുളിഞ്ചിയാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അച്ചാറിടാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതായത് ഇത് ഉണക്കി എടുത്തിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല പഴുത്തതുണ്ട്, നല്ല പഴുത്തത് ഉണ്ട്. അല്ല, ഇതൊക്കെ നല്ല പഴുത്ത പുളിഞ്ചിയാണ്, അല്ല തല്ലി ഇണക്കി ഇരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിനെ എന്തൊരു ചെയ്യും? ചെറിയ കഷ്ണങ്ങളാക്കുക. ഈ പുളിഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പിട്ട് നന്നായിട്ട് പുരട്ടി വയ്ക്കുക, അതായത് വിരകി വയ്ക്കുക. അപ്പോൾ വിരകി വയ്ക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് ഇതിലങ്ങ് പിടിക്കും. അപ്പം നമ്മൾ ഉപ്പിട്ട് വിരകുമ്പോൾ ഒരു കണ്ണാപ്പ പോലത്തെ പാത്രത്തിലാണ് ഉപ്പിട്ട് വിരവേണ്ടത്. എന്നിട്ട് അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉപ്പ് നീരുകളെല്ലാം കംപ്ലീറ്റ് ഈ അടിയിലുള്ള പാത്രത്തിൽ ഇറങ്ങും. അപ്പോൾ വെള്ളം ഉപ്പും കൂടി അങ്ങ് സെപ്പറേറ്റ് ആ ഒരു പാത്രത്തിലോട്ട് അങ്ങ് പോകും. എന്നിട്ട് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഇത് നല്ല വെയിലുള്ളൊരു ഭാഗത്ത് ഷീറ്റ് വിരിക്കുക. അതിലങ്ങ് ഈ പുളിഞ്ചിക തട്ടിയിടുക. അങ്ങനെ തട്ടിയിട്ടപ്പോൾ കണ്ടില്ല, അതിൻ്റെ കളറൊക്കെ ഒരു ചെറിയൊരു ഉണക്കൊക്കെ ആകുമ്പോൾ ഈ കളറാവും. കണ്ട, നല്ല ഉണങ്ങിണക്കിയിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ ഉണക്കിയെടുക്കുക. അപ്പോൾ ഉണങ്ങുമ്പോൾ ഈ ഉപ്പൊക്കെ പിടിച്ച് ഈ ഒരു പുളിഞ്ചി തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇതിനെ നമ്മൾ അടമാങ്ങ അച്ചാറിടും പോലെയാണ് ഇതിനെ ഉണക്കിയെടുത്തിട്ടുള്ള അച്ചാർ നമുക്ക് തയ്യാറാക്കാം. ഇനി അടുത്ത വീഡിയോയിൽ ഈ സ്റ്റാർ പുളിഞ്ചിയുടെ അച്ചാർ ഇടുന്ന ഭാഗം കാണിക്കാം.